കോഴിക്കോട് നോർത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം കൂടിയത് എൻഡിഎക്ക് അനുകൂലമാകുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള വിവാദം തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. ശോഭാ സുരേന്ദ്രൻ തന്നെ വിവാദം തള്ളിയതാണെന്നും അന്വേഷണം നടക്കട്ടെയെന്നും നവ്യ ഹരിദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് നോർത്ത് എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും? അതേ ആത്മവിശ്വാസത്തിലാണ്. 80% കടന്നിരിക്കുകയാണ് കോഴിക്കോട് നോർത്തിലെ പോളിംഗ് റേറ്റ്. അത് തീർത്തും ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു എന്നതിന്റെ തെളിവാണ്. ഇന്ന് നിലനിൽക്കുന്ന ഭരണവിരുദ്ധത, ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധത തീർച്ചയായിട്ടും ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് ബൂത്ത്, ഞാൻ നിരവധി പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചിരുന്നു. അത് അവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾ തീർത്തും സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. ആ കാര്യം തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലത്തിൽ BJPക്ക് ഫേവർ ആവുള്ളൂ എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തോന്നുന്നത്? അതെ, വളരെ പോസിറ്റീവാണ്. ഇതുവരെ BJPക്ക് അത്ര കണ്ട് വോട്ട് വർധനവില്ലാതിരുന്ന പല കേന്ദ്രങ്ങളിലും BJPക്ക് നല്ല വർധനവ് തന്നെയാണ് ഉള്ളത്. കാരണം പ്രവർത്തകർ എടുത്തിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഒരുപാട് ഇതുവരെ പോൾ ചെയ്യാതിരുന്ന പല വ്യക്തികളും പല സമയങ്ങളിലും ഇലക്ഷനിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഉണ്ടായിരുന്നൊരു മനോഭാവം അത് മാറി തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വോട്ടുകൾ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം ഒരു ദൃശ്യങ്ങൾ പുറത്തു വരികയും അതുപോലെ തന്നെ പണം നൽകി എന്നുള്ള ആരോപണങ്ങൾ നിൽക്കുന്നത്, അതൊക്കെ വലിയ തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരുപാട് ഇതിനു മുൻപുണ്ടായിരുന്ന ഇലക്ഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടട്ടെ. ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തെളിവ് അടക്കമുള്ളത് പുറത്തു വരികയാണെങ്കിൽ അപ്പം നോക്കാം. അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾക്കൊന്നും നമുക്ക് മറുപടി പറയാനുള്ളൊരു സാഹചര്യം അല്ലല്ലോ ഇലക്ഷൻ ടൈം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തന്നെയാണ് സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും. കോഴിക്കോട് നിന്ന് ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.